സൂറത്തു തക്കാസുർ നമുക്ക് പാരായണം ചെയ്യാം. ഓരോ വചനവും ആദ്യം ഞാൻ പാരായണം ചെയ്യും, എൻ്റെ പിന്നാലെ നിങ്ങളും ഓതുക. അതിനു മുമ്പായി പാരായണപരമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അൽഹാകുമുത് തകാസുർ, ഇതിൽ റാഇന് തഫ്ഖീം നൽകിക്കൊണ്ട് പെരുപ്പിച്ചുച്ചരിക്കണം. തകാസുർ, റാഇനെ വലുതാക്കി സ്വരഭാരത്തോടെ പെരുപ്പിച്ച് പറയുക. എന്നാൽ റാ അല്ലാത്ത മറ്റൊരു അക്ഷരത്തിനും ഇതിൽ തഫ്ഖീം വരുന്നില്ല എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. അൽഹാക്കും എന്നല്ല, അൽഹാക്കും. അൽഹാകുമുത് തകാ എന്ന് പറയുന്നത് തകാസുർ. ഹത്ത സുർതുമുൽ മഖാബിർ, ഇതിലും റാഇന് മാത്രമാണ്. സുർതും എന്ന റായിലും അതുപോലെ മഖാബിർ എന്ന ഖാഫിനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുക്കണം, പെരുപ്പിച്ച് പറയണം. സൂർ സൂർ സൂർതും എന്ന് വലുതാക്കി റായിനെ ഉച്ചരിക്കുക. അതുപോലെ അൽ മഖാബിർ, മഖാ അല്ല മഖാബിർ. അവസാനത്തെ റായിന് തർക്കീഖ് ചെയ്യണം. മഖാബിർ നേർപ്പിച്ച് പറയണം, തഫ്ഖീം ചെയ്യരുത്. കല്ല സൗഫ തഅലമൂൻ, അവിടെ ദീർഘിപ്പിച്ച് നിർത്താം. മദ് ആരിദ് ലിസ്സുക്കൂൻ എന്ന ദീർഘം നൽകി നീട്ടിക്കൊണ്ട് വഖഫ് ചെയ്യാം. തഅലമൂൻ. മദ് ആരിദിൻ്റെ ഖദർ, ദീർഘത്തിൻ്റെ തോത് ഒന്നുകിൽ 2 ഹറക്കത്തിൻ്റെ അളവിൽ ഖസ്ർ ചെയ്യുക, മതിയാക്കുക. അല്ലെങ്കിൽ 4 ഹറക്കത്തിൻ്റെ അളവിൽ തവസ്സുത്ത്, മിതത്വം സ്വീകരിക്കുക. അതുമല്ലെങ്കിൽ 6 ഹറക്കത്തിൻ്റെ അളവിൽ പൂർത്തിയാക്കുക, ഇഷ്ബാ ചെയ്യുക. ഇതാണ് മദ് ആരിദ് ലിസ്സുക്കൂൻ്റെ ദീർഘിപ്പിക്കേണ്ട അതിൻ്റെ തോത്, അതിൻ്റെ മിഖ്ദാർ. അപ്പോൾ ഈ രീതികളൊക്കെ സ്വീകരിക്കാവുന്നതാണ്. അടുത്ത വചനം സുമ്മ, മീം മുഷദ്ദദ, ഷദ്ദ് നൽകപ്പെട്ട മീമിനെ മണിക്കണം. കല്ല സൗഫ തഅലമൂൻ. വീണ്ടും കല്ല ലൗ തഅലമൂന ഇൽമൽ യഖീൻ. ഈ വചനങ്ങളിലൊന്നും തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങളില്ല എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഈ കഴിഞ്ഞ കല്ല സൗഫ തഅലമൂൻ, സുമ്മ കല്ല സൗഫ തഅലമൂൻ, കല്ല ലൗ തഅലമൂന ഇൽമൽ യഖീൻ. എന്നാൽ അൽ യഖീൻ എന്ന പദത്തിലെ ഖാഫ് തഫ്ഖീമിൻ്റേതാണ്. പക്ഷേ ഖാഫിന് കസ്റ ആയതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം മാത്രമാണ് നൽകുക എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലതറവുന്ന, ഈ പദത്തിലെ നൂൻ മുഷദ്ദദ, ഷദ്ദ് നൽകപ്പെട്ട നൂൻ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. 2 ഹറക്കത്തിൻ്റെ അളവിൽ ഗുന്നത്ത് നൽകണം. ലതറവുന്ന അൽ ജഹീം. സുമ്മ ലതറവുന്നഹ, ഈ വചനത്തിൽ മീം മുഷദ്ദദ, നൂൻ മുഷദ്ദദ, ഇവ രണ്ടും ഗുന്നത്ത് നൽകി 2 ഹറക്കത്തിൻ്റെ അളവിൽ മണിക്കണം. സുമ്മ ലതറവുന്നഹ ഐനൽ യഖീൻ. അൽ യഖീൻ എന്ന പദത്തിലെ ഖാഫ് കസ്ർ നൽകപ്പെട്ടിരിക്കുന്നു. കുറഞ്ഞ തഫ്ഖീം മാത്രമാണ് ഖാഫിന് നൽകുക എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഐനൽ യഖീൻ. വീണ്ടും സുമ്മ ലതുസ്അലുന്ന, മീം മുഷദ്ദദ, നൂൻ മുഷദ്ദദ, ഇവ രണ്ടും മണിച്ചുകൊണ്ട് ഉന്നത്ത് നൽകി ഉച്ചരിക്കണം. യൗമ ഇദിൻ അനിൻ നഈം. യൗമ ഇദിൻ എന്ന പദത്തിലെ തൻവീൻ ഇൽഹാർ ഹൽഖി നൽകി വെളിവാക്കണം, അല്പം പോലും മണിക്കാതെ. യൗമ ഇദിൻ അനിൻ നഈം. അൻ നഈം എന്ന പദത്തിലെ ഷദ്ദ് നൽകപ്പെട്ട നൂനിനെയും മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഒന്ന് ഓതി നോക്കാം. എല്ലാവരും എൻ്റെ പിന്നാലെ ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ألهاكم التكاثر حتى زرتم المقابر. كلا سوف تعلمون. ثم كلا سوف تعلمون. كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم.